എല്ലാവർക്കും MK പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിന് നന്നായിട്ട് വളരാനും പൂക്കാനും വേണ്ടി ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഓറഞ്ചിൻ്റെ തോട് പഴത്തോടൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കാനിട്ടതാണ്. ഇതിൽ ഓറഞ്ചിൻ്റെ തോട്, മുട്ടത്തോട്, പഴത്തോട്, ഉള്ളിത്തൊലിയൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുകയാണ്. അത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു അടപ്പുള്ള ടിന്നിലിട്ട് മൂടി വെച്ചാൽ നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പ്ലാന്റ്സിനൊക്കെ വളരെ നല്ലതാണിത്. ഇത് അഡീനിയത്തിനെന്നില്ല, എല്ലാ ചെടികൾക്കും ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ ഇതേപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുക ചെയ്യുക. അല്ലാതെ ഇത് പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് കുറേ കാലം ഉപയോഗിച്ച് അങ്ങനെ വലിയ സ്മെല്ലൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഓറഞ്ചിൻ്റെ ഇതൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ മണ്ണൊക്കെ നന്നായിട്ട് അതിൻ്റെ മുരടുന്ന് ഇളക്കിയതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ അഡീനിയത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അഡീനിയം പ്രൂണൊക്കെ ചെയ്ത് ഇതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ വളത്തേക്കാളും കൂടുതൽ അഡീനിയത്തിന് വേണ്ടത് വെയിലാണ്. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ 5-6 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നമ്മൾ വെക്കാനായിട്ട്. പിന്നെ ഞാൻ കൊടുക്കാറ് NPK ആണ്. NPK 19 ആണ്. അത് നമുക്ക് എത്ര പ്ലാന്റ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റ് വെള്ളം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് NPK ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പ്ലാന്റ്സിനൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാ പ്ലാന്റ്സിനും ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അഡീനിയത്തിനൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വളമിട്ട് കൊടുത്തൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് മുട്ടൊക്കെ വന്ന് ഫ്ലവറൊക്കെ ആയി തുടങ്ങി. ഇനിയും കുറേ മുട്ടകളുണ്ട് വിരിയാൻ. ഇതൊക്കെ പ്രൂൺ ചെയ്ത് അതിന് ശേഷം തിളർത്ത മുട്ടായി വന്നതാണ്. അപ്പോൾ അത്രക്കൊക്കെ ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യണേ. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം പെട്ടെന്ന് വാർന്ന് പോകുന്ന തരം പോട്ടി മിക്സ് ആവണം. മണ്ണ്, മണൽ, ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതാവണം കേട്ടോ. വെള്ളം കെട്ടി നിൽക്കുന്ന പോട്ടി മിക്സ് ഒരിക്കലും അവരത് അപ്പോൾ അതിൻ്റെ കോഡക്സൊക്കെ പെട്ടെന്ന് നശിച്ച് പോകുന്നതാണ്. അതുകൊണ്ടാണ് വെള്ളം വാർന്ന് പോകുന്ന തരം പോട്ടി മിക്സും നല്ല വെയിലുള്ള സ്ഥലത്തും വേണം വെക്കാൻ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ കമ്പ് നട്ട് വെച്ചതാണ് കേട്ടോ. അതൊക്കെ അപ്പോൾ പൂവിട്ട് ഹൈബ്രിഡ് ആണെങ്കിലും നമ്മൾ കമ്പ് നട്ടാലൊക്കെ പൂക്കുന്നതാണ്. ഇതും ഞാൻ ബെഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ നല്ല വെയിലുള്ളിടത്തൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, കുറച്ച് വളമൊക്കെ കുറഞ്ഞാലും നല്ല രീതിയിൽ തന്നെ പൂവിടും. അത്രക്കൊക്കെ ഉള്ള